ജൂഡ് ഫ്രോഡാണെന്നും അവന് മറ്റുള്ള പെൺകുട്ടികളെ പോലെ ഒരു ഇര മാത്രമാണ് അപർണയെന്നും ശ്രീറാമിനോട് അരവിന്ദൻ. ഒടുവിൽ അപർണയുടെ കുഞ്ഞ് ജൂഡിന്റെ തന്നെയാണോ എന്ന് അരവിന്ദനോട് ശ്രീറാം ചോദിക്കുന്നു. ജൂഡ് ഫ്രോഡാണെന്ന് ബോധ്യപ്പെട്ടുവെന്നും ഇനി ജൂഡിനെ കൊന്നവരുടെ സഹായിയായ മൂന്നാമനെ കൂടെ കണ്ടെത്തിയാൽ കേസ് ഒരു വഴിത്തിരിവാകുമെന്നും SP-യോട് ശ്രീറാം ചന്ദ്രശേഖർ. മീനാക്ഷിയെ മർദ്ദിച്ച സ്ഥലത്തു നിന്ന് കിട്ടിയ ID കാർഡ് ഒരു ഫേക്ക് ആണെന്നും മീനാക്ഷിയെ മർദ്ദിച്ച ആളെ താൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീറാമിനോട് സുരേഷ്. മഹേന്ദ്രനെ കാണാൻ വരുന്ന അരവിന്ദ് ജൂഡ് ഒരു ഫ്രോഡാണെന്നും തന്നെയാണ് അപർണ സ്നേഹിച്ചിരുന്നതെന്നും ജൂഡിനെ പേടിച്ചാണ് അപർണ അത് മറച്ചുവെച്ചതെന്നും മഹേന്ദ്രനോട് അരവിന്ദ് പറയുന്നു. അന്ന് കന്യാകുമാരിയിൽ വെച്ച് തന്നെയും അപർണയെയും അറസ്റ്റ് ചെയ്തതിനെ ചൊല്ലി തന്നെ പോലീസ് വേട്ടയാടുകയാണെന്ന് അരവിന്ദ്. അതുകൊണ്ട് അന്ന് തങ്ങൾ പോലീസിന് കൊടുത്ത സമ്മതപത്ര പ്രകാരം താനും അപർണയും വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണെന്ന് മഹേന്ദ്രൻ മൊഴിമാറ്റി പറയണമെന്ന് അരവിന്ദ് മഹേന്ദ്രനോട് പറയുന്നു. അവിടേക്ക് വരുന്ന സേവ്യർ. മീനാക്ഷിയെ മർദ്ദിച്ച് ഗുണ്ടയുമായി സംസാരിക്കുന്ന സേവ്യർ. ഗുണ്ടയെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസ് സംഘം. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി ഇനി 26 എപ്പിസോഡുകൾ മാത്രം. ഹലോ. എന്താ? ഈ വീട് എവിടെയാ? ആ ചർച്ച് കഴിഞ്ഞോ? കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ ആദ്യം കാണുന്ന വീട്. നേരെ ഞാൻ വന്നാ മതി, ഞാനവിടെ ഉണ്ടാവും. ശരി. ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട്. ശരി. ഇത്തിരി താൻ പോലിമ കൂടുതലുള്ള കൊച്ചാവള് മീനാക്ഷി. ആശാന്റെ മോന്റെ കൂടെ ഒരു താലിച്ചരട് പോലുമില്ലാതെ ആ വീട്ടിൽ കയറി അവള് താമസിക്കണമെങ്കിൽ ഇച്ചിരി കൂടിയ ഇനമായിട്ടാ. മെഡിക്കൽ കോളേജല്ലേ, ആരോടെങ്കിലും വശക്കേടായിട്ട് കയറി കുരുത്ത് കാണും. അതല്ലേ ലീവ് തീരുന്ന ദിവസം തന്നെ ആരോ അവളെ നോക്കി വെച്ചത്. കർത്താവിന്റെ കാരുണ്യമാ അവളുടെ ജീവൻ അവിടെ കിടന്നത്. ആശാൻ ചെന്ന് വിളിച്ചിട്ടും ആ സ്ത്രീ വന്നില്ല. സ്വന്തം അമ്മയ്ക്ക് വേണ്ടാത്ത ജന്മമല്ലേ. ഭദ്ര. പൂമുഖവാതുക്കൽ ആരാ വന്നിക്കുന്നേ? പൂന്തിങ്കളാകേണ്ട ഭാര്യ. എന്തായിരിക്കും ഈ വരവിന്റെ ഉദ്ദേശം? കഥയിലെ പുതിയ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വരുക. കണ്ണീര് തൊട്ട് കാലയപ്പെടുത്താൻ വരെ എന്തും പ്രതീക്ഷിക്കാം. മഹേന്ദ്രന്റെ മനസ്സല്ലേ ഭദ്രയുടെ 2 കണ്ണീരിലും ഒരു നോട്ടത്തിലും അലിഞ്ഞില്ലാണ്ടാകുമെന്ന് അറിഞ്ഞുള്ള വരവാ. എന്താ തനിക്ക് പോകണോ അവരുടെ കൂടെ? അവരുടെ കണ്ണീരിന്റെ മുമ്പിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, വീണ്ടും തന്റെ വായി മണ്ണിടുക. 25 വർഷം സാധിച്ചെങ്കിൽ ഇനി എന്താ സാധിച്ചാൽ അതാ അവരുടെ ചിന്ത. താൻ വഴങ്ങി കൊടുക്കരുത്. ചെന്ന് പറഞ്ഞുവിട്. ചെല്ലടോ. എന്താ? എന്തു വേണം? എന്തു വേണമെന്ന് പറ. മഹേട്ടനോട് എനിക്ക്
നഷ്ടപ്പെടാൻ മഹേട്ടന്റെ മനസ്സിൽ ഇനിയൊരു സ്ഥാനവും ബാക്കിയില്ലെന്ന് എനിക്കറിയാം. ഉം. അപ്പൊ പിന്നെ ഇനി എന്തു എനിക്ക് പറയാം? എന്തു പറഞ്ഞാലും എനിക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ. ശരിച്ച അവളത് പറഞ്ഞു. അവൾ അവസാനം എന്റെ മുഖത്ത് നോക്കിയത് പറഞ്ഞു. രവീന്ദ്രൻ അവളുടെ അപ്പന്റെ അച്ഛനെന്ന്, എന്റെ അനിയൻ തന്നെ അവളുടെ കാമുകനെന്ന്. കൊള്ളാം കൊള്ളാം, അവരത് പറഞ്ഞല്ലേ? അപ്പൊ കാര്യങ്ങൾ അങ്ങനെ അവര് സമ്മതിച്ചല്ലേ? എന്റെ മുഖത്ത് നോക്കി അവരത് പറയണം. നിങ്ങളുടെ മുമ്പിൽ വെച്ച് എനിക്കും ഇത് അവരുടെ വായിന്ന് കേൾക്കണം. വാ വാ വാ. കർത്താവേ, നീ വലിയവനാ. എന്റെ ജോണച്ചായന്റെ പേരിൽ ഒരു വാക്ക് ഇവര് മിണ്ടരുത്. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ക്ഷമ ചോദിക്കാനുള്ള മര്യാദ ഇവർ കാണിക്കണം. അത് ഇവരുടെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് എനിക്കത് കേൾക്കണം, എനിക്കത് കേൾക്കണം. ഭദ്ര, നീ അവളോട് പറ പറ. നീ എന്നോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഞാൻ അർഹിക്കുന്നതാ. ഒരു മണ്ടനെ പോലെ നിന്റെ കൂടെ ജീവിച്ച ഞാൻ അത് അർഹിക്കുന്നതാ, അനുഭവിക്കേണ്ടതാ. പക്ഷെ ഇയാളുടെ ചേട്ടനെ കുറിച്ച് നീ ഇല്ലാത്തതൊക്കെ വന്ന് പറഞ്ഞെങ്കിൽ നീ ഇയാളുടെ മുഖത്ത് നോക്കി ക്ഷമ പറയണം. പറ പറയങ്ങോട്ട് പറയണം. അത്രയെങ്കിലും എന്റെ ജോണച്ചായനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ദുഷിപ്പ് കഴുകിക്കളയാൻ വേണ്ടിയെങ്കിലും നിങ്ങളുടെ വായിന്ന് എനിക്കത് കേൾക്കണം. പറ പറയിങ്ങോട്ട്. ഭർത്താവിനേക്കാൾ വലിയ വിധേയത്വം ആ കാമുകനോട്. അങ്ങനെ വിധേയത്വം കാണിക്കണമെങ്കിൽ അയാളെ നിങ്ങളുടെ കാമുകൻ മാത്രമല്ല, ജാരനും കൂടാ. തോന്നിയാസം പറയുന്നു. പച്ചക്കള്ള ഈ മനുഷ്യൻ പറയുന്നേ. കണ്ണി നോക്കി ഉളുപ്പില്ലാതെ കള്ളം പറയാൻ ഇയാളെ കൊണ്ടേ പറ്റൂ. പള്ളി പോയി ഇയാളെ കണ്ട് എല്ലാം ഞാൻ തുറന്നു പറഞ്ഞതാ. എല്ലാം വീട്ടിൽ വന്ന് എനിക്ക് വാക്ക് തന്നതാ കല്യാണം മുടക്കാമെന്ന്. എന്നിട്ട് എന്നെ പറ്റി ഇല്ലാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കി നടന്നിട്ട് ഇയാളുടെ ചേട്ടനാ അന്ന് എന്റെ ജീവിതം നശിപ്പിച്ചത്, എന്നെ ചതിച്ചത്. കർത്താവേ, എന്റെ തെറ്റാണ്. നിങ്ങളുടെ ചേട്ടനെ പറ്റി അന്നില്ലാത്തതൊക്കെ വന്ന് പറഞ്ഞത് എന്റെ തെറ്റാ. ക്ഷമിക്കണം, ക്ഷമിക്കണം.
കർത്താവേ, പതുക്കെ. മീനു, അപ്പു, നീ എന്തിനാ താഴേക്കിറങ്ങി വന്നേ? കുഞ്ഞെവിടെ? മുകളിലുണ്ട്. ഒറ്റയ്ക്കാക്കിയിട്ട് വന്നു. അവിടെ സുഗന്ധി ചേച്ചി ഉണ്ടല്ലോ. നിനക്ക് എങ്ങനെയുണ്ട്? എനിക്കൊരു കുഴപ്പമില്ലടാ, കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നേ ഉള്ളൂ. നന്ദൻ, കേസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. വിറ്റ്നസിന്റെ ജെന്യൂനിറ്റിയിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഒന്ന് നേരിട്ട് കാണണം. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ശരി. എന്നാലും എന്റെ കുഞ്ഞെ, ഇതെങ്ങനെ സഹിക്കും? ഇവിടുന്ന് 2 കാലം ചവിട്ടി മിടുക്കിയായിട്ട് ഇറങ്ങിപ്പോയ കൊച്ചല്ലേ. തിരിച്ചു വരുന്ന കാഴ്ച കണ്ടില്ലയോ? കണ്ണിച്ചോരയില്ലാത്തവന്മാര് കാണിച്ച അക്രമമല്ലയോ? എങ്ങനെ സഹിക്കും? ചേച്ചി, മീനുവിന് കുറച്ച് ചൂടുവെള്ളം എടുക്കോ? ഇപ്പൊ എടുക്കാം, ദാ എടുത്തു. എന്നാലും എന്റെ മോളെ, നിന്നെ ആരാ ഇങ്ങനെ ആക്കിയത്? എനിക്കറിയാം നീ ഇതൊക്കെ അനുഭവിക്കുന്നത് എനിക്ക് വേണ്ടിയാ. ഞാൻ ഈ വീട്ടിൽ നിന്നതുകൊണ്ട് എന്റെ കാര്യം കൂടെ നോക്കിയതിന് നിനക്ക് കിട്ടിയ ശിക്ഷയായത്. ഇതാരോ ചെയ്യിപ്പിച്ചതാ, ഉറപ്പാ. ആർക്കാ നിന്നെ ദ്രോഹിച്ചിട്ട് ഗുണം? നിന്റെ ജീവൻ എടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും ഈ ഭൂമിയിൽ സ്വൈര്യത്തോടെ ജീവിക്കില്ല, സമാധാനമായിട്ട് ഉറങ്ങില്ല, അനുഭവിക്കും. നിന്നെ നോവിച്ചതിന് കണക്ക് തീർത്ത് അനുഭവിക്കും, ഉറപ്പാത്. അപ്പു, ആരായാലും ആ സത്യം പുറത്തു വരും. ഞാൻ നോക്കിക്കോളാം കേസിന്റെ കാര്യമൊക്കെ. അതൊക്കെ നിങ്ങൾ എനിക്ക് വിട്ടേക്ക്. ട്രീസേച്ചിയുടെ ഒരു സപ്പോർട്ടാ ഞങ്ങൾക്ക് ആകെയുള്ളൊരു ആശ്വാസം. കേറ്. ഈ അരവിന്ദിന് അപ്പുവിന്റെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് അറിയാം. ഈ ട്രീസേച്ചെ ഇനിയെങ്കിലും ഒഴിവാക്കിക്കൂടെ? എനിക്കങ്ങ് പേടിയാവോ? ഇപ്പൊ ഒന്നും പറയാൻ പോകണ്ട. പറഞ്ഞ കാര്യങ്ങളൊക്കെ വഷളാവും. നമ്മൾ കെയർഫുൾ ആവുന്നതേ ഒരു വഴിയുള്ളൂ. നീ കുഞ്ഞിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചോണം. അവരുടെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ട കുഞ്ഞവിടെ ഒറ്റയ്ക്ക് കിടക്കല്ലേ. കിടക്ക. അയ്യോടാ, ഇത് ആരോ? ഇത് അപ്പച്ചിയുടെ മോനാ? അപ്പച്ചിയുടെ മോനാ? വീട്ടിൽ പോണ്ടേ നമുക്ക്? വീട്ടിൽ പോയിട്ട് ഉപ്പാപ്പെ കാണണ്ടേ, അപ്പനെ കാണണ്ടേ? അയ്യോടാ, ഉറക്കം വരുന്നോ? അയ്യോ, ഉറക്കം വരുന്നോടോ ചക്കരെ. മോൻ വരുന്നോ അപ്പച്ചിയുടെ കൂടെ? ഉപ്പാപ്പ അവിടെ കാത്തിരിക്കുവാ. നമുക്ക് പോണ്ടേ? വീട്ടിൽ പോവാം. നമുക്ക് പോണ്ടേ? പോവല്ലേ? റെഡിയാ. കുഞ്ഞിനെ ഇങ്ങ് തരൂ. മീനാക്ഷി ഒന്ന് കാണിക്കട്ടെ. അവളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. മേലൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് എന്നിട്ട് നമുക്ക് മീനാക്ഷിയെ കാണാം, അല്ലേ? അല്ലടാ വാവേ? ഈയടാ ഉണ്ട്, നോക്കിക്കണ്ടില്ല. നിഖിലേ, നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നിന്റെ ഡ്യൂട്ടിയാ. ചെല്ലേ. അപ്പു, നീ എന്തിനാ അവരുടെ ഇടയിൽ കയറി നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. അല്ലേ വാവേ? അല്ലേടാ, നമുക്ക് വീട്ടിൽ പോണ്ടേ? അല്ലേ? നമ്മുടെ വീട്ടിൽ പോയിട്ട് കുഞ്ഞിനെ ഇങ്ങത്താ. വേണ്ട, എനിക്ക് മതിയായില്ല. നിനക്ക് മതിയായാ? ഞാൻ കുറച്ചു നേരം കൂടെ എടുക്കട്ടെ. വാ വാ അപ്പു, നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോവാട്ടാ. റെഡി ആയിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ അരവിന്ദ് നായരും നീയും പ്രസ് ക്ലബിൽ തുടങ്ങിയ പരിചയമല്ലേ? എന്താ? അല്ല, ഞാൻ അവനെ നെറ്റില് നോക്കുമായിരുന്നു. ആള് വലിയ സംഭവമാണല്ലോ.
മാതൃരാജൻ ചാനലിനെ റേറ്റിംഗിൽ നിർത്തിയ 5-6 എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂകൾ ഇവന്റെ വകയാ. അതുകൊണ്ടാന്ന് തോന്നുന്നു വാർത്താ ചാനലുകാർ അതിലും വലിയ ഓഫർ വെച്ച് അവനെ വലിച്ചെടുത്തത്. അവനിപ്പോഴും ശ്രീറാമിന്റെ കസ്റ്റഡിയിലാ. മീഡിയക്കാർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ന്യൂസ് പുറത്തു വരാത്തതാ. പക്ഷേ മാതൃരാജ്യംകാര് അവൻ പോയതിന്റെ വാശി തീർക്കാൻ അവനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി സംഗതി ബ്രേക്ക് ചെയ്തെന്നിരിക്കും. ഒരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരുമ്പോൾ ആണും പെണ്ണും മർഡറും ഒക്കെയാ. ആവശ്യമില്ലാത്ത മസാല അവന്മാർ ചേർക്കും. നിന്റെ പേര് ചിലപ്പോ വല്ലാണ്ട് ഡാമേജ് ആയെന്ന് വരും. ഈ പറഞ്ഞ പയ്യന്റെ കാര്യത്തിൽ നീ ശരിക്കും പേടിക്കുന്ന, നിന്നെ കുരുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോ? ഇല്ല, അങ്ങനൊന്നുമില്ല. എന്നെ എന്തിനാ കുരുക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കെന്നോട് തുറന്നു പറയാൻ കേട്ടോ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ശ്രീറാം ചന്ദ്രശേഖർ ഈ കേസിനെ വഴിതെറ്റിക്കാൻ പോവാൻ തന്നെയാ. യഥാർത്ഥ കുറ്റവാളി നിന്റെ അമ്മ തന്നെയാ. ആരുടെയോ സഹായത്തോടെ നിന്റെ അമ്മ കൊന്നു എൻ്റെ അനിയനെ. നിന്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ ശ്രീറാം ഈ നാടകം മുഴുവൻ കളിക്കുന്നത്. അതിനുവേണ്ടി കൊണ്ടുവന്നതാ ഈ പുതിയ കഥാപാത്രത്തെ. അങ്ങനെയാ ഞാൻ കരുതിയത്. ഇതുവരെ ഭദ്രയുടെ പൂർവ്വകാമുകനെ വെച്ചായിരുന്നല്ലോ അയാളുടെ പ്ലേ. അങ്ങനെ അതിനെ കണ്ടങ്ങ് മറന്നേക്കാമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ ഈ അരവിന്ദിന് അപ്പൂൻ്റെ അച്ഛനെ അമ്മയൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അവൻ. അപ്പോൾ ഒരുപക്ഷെ ഭദ്രയെ സഹായിച്ച ആ വ്യക്തി ഇവനായിരിക്കുമോ? ബോഡി വലിച്ച് കായൽക്കരയിൽ കൊണ്ടിട്ടതും മൊമന്റോ അപ്രത്യക്ഷമാക്കിയതും അവനായിരിക്കില്ലേ? ഭദ്രയുടെ നിർദ്ദേശപ്രകാരം. നീ പോലും അറിയാതെ നിന്റെ ഈ സുഹൃത്ത് ജൂഡിന്റെ മരണത്തിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കാളിയായിരിക്കുമോ അപ്പോ? ആ ചെറുക്കൻ കൊണ്ട് മുട്ടിച്ചതാ. ഏത് ചെറുക്കൻ? ബാംഗ്ലൂരുള്ള വിശാഖ്